നമുക്ക് അനുകൂലമല്ലായിരിക്കാം, പ്രതികൂലമാണ്. ഇവിടെ ഇരിക്കുന്ന പലരോട് ഞാൻ ചോദിക്കുക, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എല്ലാ സെറ്റപ്പും ഉള്ള മുറിയുണ്ടോ? നമ്മുടെ വീട്ടിൽ ലോൺ ഇല്ലാത്തവരുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടില് വളരാൻ മറ്റുള്ള കുട്ടികളെ പോലെ നിങ്ങൾ കാണുന്ന ടി വിക്കകത്ത് കാണുന്ന സിനിമയ്ക്കകത്ത് കാണുന്നവരെ പോലെയും അയൽവക്കത്തുള്ള മുന്തിയ വാഹനത്തിൽ നടക്കുന്നവർ വീടിനെ പോലുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടോ? ഇല്ല. പക്ഷേ അവർ പഠിക്കുന്ന അതേ ആശയം ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഷൈറ്റ്സിയർ തീരുമാനം എടുത്ത് ഡോക്ടറാകണം. അധ്യാപകർ അവനെ ഡോക്ടറാക്കിയത് കേട്ടോ. ആറുമാരെല്ലാം കൂടെ പിരിവിട്ടിട്ട് അവനെ പഠിപ്പിച്ചു. അവൻ ഡോക്ടറായി. എന്നിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനോട് പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിലേക്ക് പോയി പാവങ്ങളെ സഹായിക്കാൻ പോകാമെന്ന്. അങ്ങനെ ഷൈറ്റ്സിയർ കല്യാണം കഴിച്ചൊരു ഡോക്ടറിനെ ഇവർ രണ്ടുപേരോടെ ആഫ്രിക്കയിൽ പോയി. ബ്രിട്ടീഷ് സർക്കാർ ഇഷ്ടംപോലെ മരുന്നുകൾ ആഫ്രിക്കയിൽ ഇവരുടെ പേരിൽ അയച്ചു കൊടുത്തു. അങ്ങനെ നോബൽ സമ്മാനം കിട്ടിയ ആളാണ് ആൽബർട്ട് ഷൈറ്റ്സിയർ. ആൽബർട്ട് ഷൈറ്റ്സിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ വാക്കാൻ പറയാനാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ? എൻ്റെ കഠിനാധ്വാനവും പ്രയത്നശീലം കൊണ്ടാണ് ഞാനൊരു ഡോക്ടറായത്. നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ, കഠിനാധ്വാനവും പ്രയത്നശീലവും. ഇത് രണ്ടും നമുക്കുണ്ട് മക്കളെ. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾക്ക്. അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ഇത് കെട്ടുപോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊല്ലികളെ മാറ്റുക. ഈ ഫ്രീ ഫയർ ഗെയിമിൽ നിന്ന് ഈ പയ്യൻ രക്ഷപ്പെട്ടതുകൊണ്ട് ഇപ്പം ആ ടീച്ചറിന് സന്തോഷമാണ്. അവൻ തീരുമാനമെടുത്തു, ബുദ്ധി വിവേകമുള്ളതുകൊണ്ട് തീരുമാനമെടുത്തു. ഇപ്പോൾ ടീച്ചറിന് ഇപ്പോൾ സന്തോഷമായി, അവൻ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നു, അവന് ഫുൾ A+ കിട്ടുമെന്നാണ് പറയുന്നത്. നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാത്രി 2 മണി വരെ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരുന്ന ആ പയ്യൻ ഇപ്പോൾ രാത്രിയിൽ ഇത് പഠിക്കുന്നതായിട്ടാണ് ടീച്ചർ കാണുന്നത്. ടീച്ചറിന് വളരെ സന്തോഷമായി. സ്വന്തം മകൻ്റെ സ്വഭാവം മാറിയപ്പം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വഭാവം മാറിയാൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം ഉഴപ്പായിട്ട് രാത്രി വീട്ടിൽ കയറി വരുന്ന അതൊന്ന് മാറ്റി 5 മണിക്ക് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചേ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അപ്പന് ഭയങ്കര സന്തോഷമായിരിക്കും. ശനിയാഴ്ച ക്ലാസ്സില്ല, വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചേ വീട്ടിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം അമ്മ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഈ അയൽവക്കത്തെ വീട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്, ഞാൻ ഈ കാട് വെട്ടാൻ പോകുന്നത്, ഞാൻ ഈ കൂലിപ്പണിക്ക് പറമ്പിൽ പോകുന്നത്. അപ്പൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ അയാളുടെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോകുന്നത് കൊണ്ട് ഫലമുണ്ടല്ലോ, എൻ്റെ മകനിൽ നിന്നൊരു ഫലമുണ്ടാവുമല്ലോ, എൻ്റെ മകളിൽ നിന്നൊരു ഫലമുണ്ടാവുമല്ലോ എന്നുള്ളൊരു ആശ്വാസം ആർക്ക് കിട്ടും? അപ്പനമ്മയ്ക്ക് കിട്ടും. 93ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചത്. 2 വർഷമായതുള്ളൂ. അപ്പനിങ്ങനെ അവസാനം വന്ന് കോവിഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ട്യൂബൊക്കെ ഇട്ട് അപ്പനങ്ങ് ഭയങ്കര അസ്വസ്ഥനായി. 3 മാസം ശ്വാസം പോകുന്നില്ല. ശ്വാസകോശത്തിനാ പ്രശ്നം. അവസാനം ഇത് പറയുമ്പോൾ എനിക്കും ഞാൻ ചിലപ്പം അപ്പൻ ഓരോന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പം ദേഷ്യപ്പെടും. കാരണം കിടക്കുന്ന രോഗികൾ അതും ഇതും എല്ലാം പറയും. തെറിയൊന്നുമല്ല, അവർക്ക് ഓരോന്നോരോന്ന് സാധിച്ചു കൊടുക്കണം. അത് ചിലപ്പം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രശ്നമാവും. ഡോക്ടർ പറയുന്നത് നമുക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ അപ്പനൊരു കാര്യം പറയടാ, നിന്നെയൊക്കെ ഞാൻ എത്ര പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങൾ തന്ന് വളർത്തിയതാണെന്ന് അപ്പനിങ്ങനെ പറയും. ഇത് കേൾക്കുമ്പം ഞാനങ്ങ് ചെയ്തു കൊടുക്കും. അപ്പം അപ്പം പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ട്. ശരിയാണ്. എല്ലാ ദിവസവും ചന്തയിൽ പോയി ജോലി കഴിഞ്ഞിട്ട്, പ്രസ്സിലെ ജോലി കഴിഞ്ഞിട്ട് 1/2 കിലോ ഉരുളക്കിഴങ്ങ്, 1/2 കിലോ സവാള, 1/4 കിലോ തക്കാളി, ഇതൊക്കെ എന്നും മേടിച്ചുകൊണ്ട് വരും. എല്ലാ ദിവസവും ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കറി വെക്കുന്ന സ്റ്റേജാണ്. കാരണം ഓരോ ദിവസവും ചെയ്യുന്നതാണ്. അങ്ങനെ വളർത്തിയതാണ്. അപ്പം നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ മാതാപിതാക്കളെ നോക്കാനും അവർക്ക് നല്ലൊരു വീട്ടിൽ കിടന്ന് അവരെ മരിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? മൂക്കി പല്ലുകളെത്തിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാനിത് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് 8ാം ക്ലാസ്സും കഴിഞ്ഞ് 10ാം ക്ലാസ്സും കഴിഞ്ഞ് +2 കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഇപ്പം പറയണ്ട. ഇപ്പം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പം പഠിച്ചാലേ നിങ്ങൾക്ക് എന്നാ കിട്ടത്തുള്ളൂ, ഫലം കിട്ടത്തുള്ളൂ.
ഇപ്പൊ നന്നായിട്ട് പഠിച്ചെങ്കിലേ ജീവിതം ക്രമപ്പെടുത്തിയാലേ നമുക്ക് നല്ല നിലയിൽ ഉയരാൻ പറ്റത്തുള്ളൂ. പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഉയരാൻ ഏറ്റവും വലിയ മാർഗമാണ് നേഴ്സിങ്. ചുമ്മാ ഉള്ള ഒരു പെങ്കൊച്ചിന് നേഴ്സിംഗ് പഠിക്കാൻ പറ്റത്തില്ല. എത്രയോ പെങ്കൊച്ചുങ്ങളാന്ന് പറയുക ബാംഗ്ലൂരൊക്കെ പോട്ടെ എന്നെ ഫോൺ വിളിച്ച് പറയും, സാറേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ചുമ്മാ 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സാ, വലിയ A+ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റത്തില്ലത്. ഒരു ഡോക്ടറാവുന്നു, BSc നേഴ്സിംഗ് പഠിക്കുന്നത് തുല്യ, ഒത്തിരി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 8ല് അക്ഷരം അറിയാൻ മേലാത്ത കുട്ടി ശരിക്കും അക്ഷരം പഠിക്കണം, കണക്കറിയാൻ മേലാത്ത കുട്ടി കണക്ക് പഠിക്കണം. അങ്ങനെ 8ലും 9ലും ഒക്കെ 10ലും ഒക്കെ നല്ല മാർക്കോടുകൂടി വിജയിച്ച് +2ലേക്ക് സയൻസ് എടുത്തെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രമേ BSc നേഴ്സിങ്ങിന് കരയാതെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ അവിടെ കുറെ സംഭവമുണ്ട്, അതിനുള്ള തയ്യാറെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒരു ബോധം വന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഇത് +2 കഴിഞ്ഞ് മാർക്കും ഒന്നും ഇല്ലാതെ കൈയും കാലോട്ട് അടിക്കുമ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെന്നെ സഹായിക്കും, ഇവരെന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പെൺകുട്ടികൾക്ക് വളരാൻ പറ്റിയ ഒരു സാഹചര്യമാണെന്ന് BSc നേഴ്സിംഗ് എന്ന് പറയുന്നത്. വിദേശത്തുമൊക്കെ ഭയങ്കര ചാൻസാണ്. ആൺകുട്ടികൾക്ക് വളരാനുള്ളതാണ് പ്രൊഫഷണൽ ജോലികൾ.